ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഫ്താർ സ്പെഷ്യലായിട്ട് 4 റിഫ്രഷിംഗ് ആയിട്ടുള്ള വെറൈറ്റി ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. നോമ്പ് തുറക്കാനായിട്ടും ബെസ്റ്റാണ്. അതുപോലെ തന്നെ വേനൽക്കാലമാണ്. എല്ലാവർക്കും ദാഹം മാറ്റാനായിട്ട് ഓരോ ദിവസം ഓരോ രീതിക്ക് വെറൈറ്റി ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാം. നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. ആദ്യം നമുക്ക് മിൻറ്റ് ലൈം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ജ്യൂസറിലേക്ക് ഒരു നാരങ്ങയുടെ കുരു കളഞ്ഞ് നീര് ഞാൻ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു പിടി ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ലീഫ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് പച്ചമുളക്, എരിവിനല്ല ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ആവശ്യത്തിന് മധുരം, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ഏലക്ക 2 വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളുപ്പ്, ഇത്രയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. 1-2 കപ്പ്. ആ ഒരു നാരങ്ങയ്ക്ക് ഒരു 2 ഗ്ലാസ് ജ്യൂസിൻ്റെ കണക്കാണ്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്കിതിന് ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മിൻറ്റ് ലൈം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടോ, നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. നമ്മളിതിലേക്ക് വേറെ കളേഴ്സ് ഒന്നും, സ്കോഷോ അങ്ങനത്തെ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മിൻറ്റ് ലൈം ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെൽക്കം ഡ്രിങ്കുകളിൽ ഇപ്പോൾ മുൻനിരയിലുള്ള ഒരു ഐറ്റമാണ് മിൻറ്റ് ലൈം. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേപ്പ് ലൈമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ജ്യൂസറിലേക്ക് ആദ്യം നമുക്ക് നാരങ്ങാനീര്, കുരുവില്ലാത്ത നാരങ്ങാനീര് ഒരു നാരങ്ങയുടെ ചേർത്തു. ഇതുപോലുള്ള കുരുവില്ലാത്ത നീളമുള്ള ഈ ഒരു കറുത്ത മുന്തിരിയാണ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ്. അപ്പോൾ ഒരു പിടി മുന്തിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കഷണം ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മധുരം, തണുത്ത വെള്ളം, ഇതിത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലും നമ്മൾ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി, ജ്യൂസ് മുന്തിരിയേക്കാളും നല്ലത് ഈ ഒരു മുന്തിരി തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കളറും തിക്നെസ്സും ഒക്കെ ഉണ്ടാവും. നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്കിതിനെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് ലൈമാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഈ ഒരു നോമ്പിന് ഇഫ്താറിന് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഗ്രേപ്പ് ലൈമും റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് വാട്ടർമെലൺ ജ്യൂസാണ്. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പം പ്രത്യേകിച്ച് കറക്റ്റായിട്ടുള്ള അളവൊന്നുമില്ല. വാട്ടർമെലൺ കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ജ്യൂസറിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഏകദേശം ഒരു 2 കൈപ്പിടിയോളം വാട്ടർമെലൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയ്ക്ക്. അതിപ്പം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, അതിൽ കുറച്ച് കുറവ് വന്നാലും കുഴപ്പമില്ല. കൃത്യമായ അളവൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. വാട്ടർമെലണിൻ്റെ മധുരം അനുസരിച്ച് ബാലൻസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ഇനി നമുക്കിതിലേക്ക് തണുത്ത വെള്ളം 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയ്ക്ക് 2 ഗ്ലാസ് കണക്കിനാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത ജ്യൂസ് ഇനി നമുക്കൊരു ഐസ് ക്യൂബ് ഇട്ട ഗ്ലാസ്സിലേക്ക് ഈ ജ്യൂസും ഒന്ന് സെർവ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിൻ്റെ ആ ഒരു കളർ, ഓരോ ജ്യൂസിനും അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ടേസ്റ്റിനാണെങ്കിലും വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ടേസ്റ്റും അതുപോലെ തന്നെ കാഴ്ചയ്ക്കും നല്ല ഭംഗിയാണ്, അട്രാക്റ്റീവായിട്ടാണ് ഉള്ളത് നമ്മളുടെ ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ വാട്ടർമെലൺ ലൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ജിഞ്ചർ ലൈമാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയാണ്. ഇതിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ചധികം നേരത്തെ നമ്മൾ ഇട്ടതിനേക്കാളും കുറച്ചും കൂടുതൽ ഇഞ്ചി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുത്തു. നമ്മളിതിൽ ഫ്രൂട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കുറച്ച് പഞ്ചസാര കൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് തണുത്ത വെള്ളവും ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നോർമലായിട്ടുള്ള ജിഞ്ചർ ലൈമാണ്, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ലൈം ജ്യൂസാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ടു. ഇനി നമുക്കിതിനെ സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നമ്മളുടെ ജിഞ്ചർ ലൈം ഇവിടെ റെഡിയായി. ഇതിന് നോർമലായിട്ട് ലെമണേഡ് എന്ന് പറയുന്നത്.
ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ജിഞ്ചർ ലൈമും റെഡിയായി. ഈ 4 വെറൈറ്റി ടേസ്റ്റിലുള്ള 4 ലൈം ജ്യൂസും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിന് ഓരോ ദിവസം ഓരോന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോക്ക് ചെയ്ത സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഹെൽത്തിനും നല്ലതാണ്, ജ്യൂസിന് നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിനങ്ങ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തു. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. എല്ലാവരും ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. നോമ്പിനാണെങ്കിലും അല്ല വേനൽക്കാലത്ത് നിങ്ങൾക്ക് ദാഹം മാറ്റാനാണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഉറപ്പായിട്ടും അറിയിക്കുക. ഇനി നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ലൈം ജ്യൂസുകൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് കമൻസിൽ പറയുക. വേറെ ഏതെങ്കിലും രീതിയിലുള്ള ജ്യൂസുകൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് ആവശ്യമുണ്ട് ഈ ഒരു നോമ്പ് മാസത്തിലെങ്കിൽ നിങ്ങൾ അതും നമ്മളോട് പറയുക. നമുക്ക് ആ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം, എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ. അസ്സലാമു അലൈക്കും.